ഫൈനാൻസും അക്കൗണ്ടിങ്ങും ഒന്നാണോ? നിങ്ങളുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും ഈ വീഡിയോ അങ്ങോട്ട് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിസിനസ് മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഫൈനാൻസും അക്കൗണ്ടിങ്ങും. ഞാൻ ബേസിക്കലി ഫൈനാൻസും അക്കൗണ്ടിങ്ങും മേഖലയിൽ നിന്ന് വന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അറിഞ്ഞത് ഫൈനാൻസും അക്കൗണ്ടിങ്ങും രണ്ട് മേഖലകളാണെന്നുള്ളത്. ഇത് രണ്ടും ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഇന്നത്തെ മേഖലയിൽ നമ്മൾ ഫൈനാൻസും അക്കൗണ്ടിങ് മേഖലയെ കുറിച്ചുള്ള ഇൻഡെപ്ത് അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. ഫൈനാൻസും അക്കൗണ്ടിങ് നമ്മൾ വ്യത്യാസം എന്താണ്, ഫൈനാൻസ് മേഖല അവൈലബിൾ സർട്ടിഫിക്കേഷൻസ് എന്താണ്, അക്കൗണ്ടിങ് മേഖലയിൽ അവൈലബിൾ സർട്ടിഫിക്കേഷൻസ് ആണ്, ഫൈനാൻസ് മേഖലകളിൽ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് എന്തൊക്കെ ജോബ് നേടാൻ പറ്റും, അക്കൗണ്ടിങ് മേഖലയിൽ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് എന്തൊക്കെ ജോബ് നേടാൻ പറ്റും, എന്തൊക്കെ ജോബ് റോൾസ് ഉള്ളത്, ഏതൊക്കെ കമ്പനീസ് ആണ് ഹയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ടെക്നോളജി, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് ഇന്റലിജൻസ് തുടങ്ങിയ വീഡിയോകളായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ ഗോൾ തന്നെ ഫ്രഷർ ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു ടെക് കരിയർ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ലേണിംഗ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് നടക്കുന്ന ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് മണി ആണ് പറയുന്നത്. എന്നാൽ ഫൈനാൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ മണി മാനേജ് ചെയ്യുന്നത് എന്നതിനെയാണ് പറയുന്നത്. അതായത് ഇൻവെസ്റ്റിംഗ്, ബോറോയിങ്, ലെൻഡിങ്, ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ഇതൊക്കെ ഫൈനാൻസിന്റെ കീഴിൽ വരുന്നതാണ്. നമുക്ക് ഫൈനാൻസിന് ബേസിക്കലി പബ്ലിക് ഫൈനാൻസ്, പേഴ്സണൽ ഫൈനാൻസ്, കോർപ്പറേറ്റ് ഫൈനാൻസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെയോ ബിസിനസിന്റെയോ ഇൻഡിവിജ്വലിന്റെയോ ഒക്കെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്. അക്കൗണ്ടിങ്ങിലൂടെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന്റെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെയോ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അക്കൗണ്ടിങ്ങിൽ കോമൺ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ആണ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുക, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് രേഖപ്പെടുത്തുക, പെർഫോമൻസ് സമ്മറൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അക്കൗണ്ടിങ്ങിലെ പെർഫോമൻസ് സമ്മറൈസ് ചെയ്യാനും റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അക്കൗണ്ടിങ്ങിനെ ബേസിക്കലി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മാനേജർ അക്കൗണ്ടിംഗ് എന്നും ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നും. മാനേജർ അക്കൗണ്ടിംഗ് ഒരു ഓർഗനൈസേഷന്റെ അടുത്തുള്ള ഇന്റേണൽ അക്കൗണ്ടിംഗ് പ്രോസസ്സിനെയാണ് റെഫർ ചെയ്യുന്നത്. മാനേജർ അക്കൗണ്ടിംഗ് മാനേജ്മെന്റിന് റെഫർ ചെയ്യാൻ തക്ക തരത്തിലുള്ള അവർക്ക് കമ്പനിയുടെ പ്രോസ്പെക്ട്സ് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ റിസ്ക് അനലൈസ് ചെയ്യാൻ തക്ക തരത്തിലുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഫൈനാൻസിന്റെ സ്കോപ്പും ഫോക്കസും എന്താണെന്ന് മനസ്സിലാക്കാം. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. എന്നാൽ ഫൈനാൻസ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് എക്സിസ്റ്റിംഗ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഫൈനാൻഷ്യൽ ട്രെൻഡ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ മനസ്സിലാക്കുന്നതാണ് ഫൈനാൻസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള കണക്കിലാണ്. അതായത് ഒരു കമ്പനി എന്ത് ഓൺ ചെയ്യുന്നു ദാറ്റ് ഈസ് ഈക്വൽ ടു കമ്പനിയിലുള്ള ബാധ്യതയും പിന്നെ ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഗുഡ് വില്ല്, ഷെയർ ഹോൾഡിംഗ് ക്യാപിറ്റൽ, കമ്പനി നെറ്റ്വർത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡറേറ്റ് ആണ്. കമ്പനിക്ക് റിസർവ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡറേറ്റ് ആണ്. എന്നാൽ ഇനി ഫൈനാൻസിന്റെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഈസ് കിങ് എന്നുള്ളതാണ് ഫൈനാൻസിന്റെ തത്വവാക്യം. അതായത് അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷണൽ ഡേറ്റ റിലേ ചെയ്യുമ്പോൾ ഫൈനാൻസ് എങ്ങനെയാണ് കമ്പനി ഡിഫറെന്റ് രീതികൾ കൂടെ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അത് മാനേജ് ചെയ്യുന്നതും റീഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതൊക്കെയാണ് ഫൈനാൻസിൽ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഫൈനാൻസിലും അക്കൗണ്ടിങ്ങിലും എങ്ങനെയാണ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് എന്നിവയിലൂടെയൊക്കെയാണ്. ഇതിന് പുറമെ അക്കൗണ്ടിങ്ങിൽ ഡിഫറെന്റ് റേഷ്യോസും കൺസിഡർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ലിക്വിഡിറ്റി റേഷ്യോ, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ, അങ്ങനെ പലതരത്തിലുള്ള റേഷ്യോ കൺസിഡർ ചെയ്യാറുണ്ട്. എന്നാൽ ഫൈനാൻഷ്യൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നിവയിലൂടെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതിനു പുറമെ എങ്ങനെയാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിസ്ക് മാനേജ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് എന്നിവയെല്ലാം കൺസിഡർ ചെയ്യും. നമ്മൾ രണ്ട് മേഖലയും തമ്മിലുള്ള ഡിഫറൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി നമുക്ക് രണ്ട് മേഖലയിലുള്ള സ്കിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാം. അക്കൗണ്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള സ്കില്ലാണ് വേണ്ടത് റെഗുലേഷനെ കുറിച്ചുള്ള നോളജ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചുള്ള നോളജ്. ഇതിന് പുറമെ അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഒബ്സർവേഷൻ സ്കില്ല് അക്കൗണ്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാൻഡേറ്ററി ആണ്. കാരണം ഇടയ്ക്ക് ഞാനൊരു അക്കൗണ്ടിനെ സംസാരിച്ച പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഒരു ഇന്റേണിന്റെ അടുത്ത് വർക്ക് കൊടുത്തായിരുന്നു. അപ്പൊ ഇന്റേൺ കാര്യങ്ങൾക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ ഒരു സീറോ, അതായത് 10 ലക്ഷം എന്നുള്ളതിന് പകരം ഒരു സീറോ, ജസ്റ്റ് ഒരു സീറോ മാറിപ്പോയി. അപ്പം
വാല്യൂ എന്താണ് 1 കോടിയായി. അപ്പോൾ അത് വെച്ച് പ്രൊജക്ഷൻ എടുത്തു, അത് വെച്ച് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഒക്കെ കൺസിഡർ ചെയ്തപ്പം കമ്പനിക്ക് ഭയങ്കര പ്രോഫിറ്റ് ആയിട്ട് കണ്ടു. പക്ഷേ നോക്കിയപ്പം കമ്പനിയുടെ ബാങ്കിൽ അത്രയും കാശില്ല. സോ അത് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കേണ്ടി വന്നു. സോ അത് എൻ്റെ പ്രോസസ്സ് ഇവാലുവേറ്റ് എടുക്കാൻ അവർക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. സോ ഇതാണ് അക്കൗണ്ടിങ് മെയിൽ വരുന്ന ഒരു സീറോ. നമ്മൾ പലപ്പോഴും സീറോയ്ക്ക് വാല്യൂ ഇല്ലെന്ന് പറയാറുണ്ട്. പക്ഷെ ഒരു സീറോ മാറിപ്പോയപ്പോൾ അവരുടെ ഒരു 4-5 പേരുടെ ഒരാഴ്ചത്തോളം ഉള്ള വർക്ക് തന്നെ ഡിലേ ആയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇനി ഫിനാൻസ് മേഖല ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫിനാൻസ് മേഖല ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫൈനാൻഷ്യൽ മോഡലിങ്ങിനെ കുറിച്ചും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റിയും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെയാണ് വേണ്ടത്. ഇതിനു പുറമെ ഡിഫറെന്റ് കണ്ടീഷൻസ് ഉള്ള റിസ്ക് അനലൈസ് ചെയ്യാനും അത് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് സ്ട്രാറ്റജീസും ഒക്കെ ഒരു ഫൈനാൻസ് മേഖലയിൽ ബിൽഡ് ചെയ്യുന്നവർക്കായിട്ട് വേണ്ടി വരും. നിങ്ങൾക്ക് ഫൈനാൻസ് മേഖലയിലോ അക്കൗണ്ടിങ് മേഖലയിലോ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 91462123. ഞങ്ങളുടെ അക്കൗണ്ടിങ്ങും ഫിനാൻസും ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമിംഗിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചോ ഫൈനാൻസിനെ കുറിച്ചോ ഒന്നും അറിയാത്തുള്ളവർക്ക് പോലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കോഴ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമുമായിട്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോഴ്സ് കഴിഞ്ഞ ബാച്ചിൽ 100% ആൾക്കാരും പ്ലേസ്ഡ് ആണ്. ഈ വർഷം ഈ കോഴ്സിന് ഇനി ഒരു 15 സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ 15 സീറ്റിൽ ജോയിൻ ചെയ്തവർക്ക് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ 100% റീഫണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ മേഖലയിൽ അക്കൗണ്ടിങ് മേഖലയിൽ ജോലി നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കണക്ട് വിത്ത് us at 91462123. ഇനി നമുക്ക് രണ്ടിന്റെയും കരിയർ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അക്കൗണ്ടിങ്ങിനുള്ള ഡിഫറെന്റ് കരിയർ ജോബ് റോൾസ് ആണ് ബുക്ക് കീപ്പിംഗ്, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, അക്കൗണ്ട് പേയബിൾ എക്സിക്യൂട്ടീവ്, അക്കൗണ്ട് റിസീവബിൾ എക്സിക്യൂട്ടീവ്, CA, ട്രഷറർ, ടാക്സ് അക്കൗണ്ടന്റ്, ടെക്നിക്കൽ അക്കൗണ്ടിംഗ് മാനേജർ എന്നിവയൊക്കെ. ഇനി ഫൈനാൻസ് മേഖല എടുക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഫൈനാൻഷ്യൽ ബ്രോക്കർ, ഫൈനാൻഷ്യൽ അഡ്വൈസർ, റിസ്ക് മാനേജർ, ഫൈനാൻഷ്യൽ പ്ലാനർ എന്നിവയൊക്കെയാണ് ഫൈനാൻഷ്യൽ ജോബ് റോൾസ്. ഞങ്ങളുടെ ഇന്റർനാഷണൽ ഫൈനാൻസ് കോഴ്സ് എടുക്കുന്നവർക്ക് ഈ ജോബ് റോളെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹാൻഡ്സ് ഓൺ സ്കിൽസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് മേഖലയിലുള്ളവർക്ക് സാലറി എത്ര എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അക്കൗണ്ടിംഗ് മേഖലയിലേക്ക് തുടക്കക്കാർക്ക് ഫ്രഷറിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് 1.5 lakh to 2.5 lakh ആണ് ആവറേജ് സാലറി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആകുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിന് 40 to 50 lakhs ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നേടാൻ കഴിയുന്നതാണ്. ഇനി ഫൈനാൻഷ്യൽ മേഖല എടുക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ മേഖലയിൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റിന് ഒരു 4 to 5 lakhs ഒക്കെ എൻട്രി ലെവലിൽ പോലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, റിസ്ക് മാനേജർ പ്രൊഫൈലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 60 to 1 crore വരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്. ഇനി നമുക്ക് രണ്ട് മേഖലയിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫൈനാൻഷ്യൽ മേഖലയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ആദ്യം പറയാൻ വേണ്ടി പോകും. നമ്പർ 1 CFA, ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്നാണ് ഈ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ. ഇത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. രണ്ടാമത്തത് FRM അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിസ്ക് മാനേജർ. ഗ്ലോബൽ അസോസിയേഷൻസ് ഓഫ് റിസ്ക് പ്രൊഫഷണൽസ് എന്ന ഓർഗനൈസേഷൻ ആണ് ഈ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിസ്ക് മാനേജ്മെന്റ്, ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് എന്നിവയൊക്കെയാണ് ഈ സർട്ടിഫിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വെൽത്ത് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്നീ മേഖലകളിലൊക്കെ കരിയർ കെട്ടിപ്പടുക്കാൻ ഈ സർട്ടിഫിക്കേഷൻ വളരെ മാൻഡേറ്ററി ആണ്. നാലാമത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സർട്ടിഫിക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ അക്കൗണ്ടിംഗ് മേഖലയിൽ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ 1 ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ CA. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ICA ആണ് ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത്. ഒരു CA ആവാനായിട്ട് 5 വർഷത്തോളമുള്ള കഠിന പ്രയത്നം ആവശ്യമാണ്. ലോകത്ത് തന്നെയുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ടാണ് CA എക്സാംസിനെ കൺസിഡർ ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് ഫീൽഡിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് സർട്ടിഫിക്കേഷൻ ആണ് CA എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇന്നിപ്പം ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള എല്ലാവരും എടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ CMA എന്ന് പറയുന്നത്. ഈ സർട്ടിഫിക്കേഷൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും മാനേജീരിയൽ അക്കൗണ്ടിങ്ങിലൊക്കെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്സ് അല്ലെങ്കിൽ IMA ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമതായിട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ACCA അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് എന്ന് പറയുന്നത്. CA കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിംഗ് മേഖലയിൽ ഏറ്റവും വർത്ത് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് ACCA എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉടനീളം റെക്കഗ്നൈസ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ ആണ് ACCA എന്ന് പറയുന്നത്. ACCA സർട്ടിഫിക്കറ്റിൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. ഫൈനാൻഷ്യൽ മേഖലയിലും അക്കൗണ്ടിംഗ് മേഖലയിലും എല്ലാം നിങ്ങൾക്ക് ജോബ് നേടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരിക്കുലമാണ് ACCയിൽ കവർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഫൈനാൻഷ്യൽ മേഖലയിലും അക്കൗണ്ടിംഗ് മേഖലയിലും ഒക്കെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ്
ഈ വീഡിയോയിൽ ഞാൻ നൽകാൻ വേണ്ടി ശ്രമിച്ചത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം കൂടി നിങ്ങൾ കവർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.